മോനും രത്നയ്ക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എന്തൊക്കെ വേണം? ആ, അത് മോൻ ഗിരിയോടൊന്ന് പറഞ്ഞാ മതി, ഇല്ലയോടാ? അതെ, വാക്ക് മാറുന്നവനല്ല ഗിരി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഗിരിയെയും ഇവരുടെ അനിത്യഭാര്യയും കുറിച്ച് നല്ല അഭിപ്രായമാണ് നാട്ടില്. ഇന്ന് വരെ ഇവിടുത്തെ പെൺകുട്ടികള് ഒരു തരത്തിലുള്ള ഒരു മോശം പേരും ഉണ്ടാക്കിയിട്ടില്ല. എന്താ കാര്യം? ഗിരിക്ക് ഗിരിയുടെ പെങ്ങന്മാരോടുള്ള ശ്രദ്ധ. ഓ, അത്രമാത്രം ശ്രദ്ധിച്ചും സ്നേഹിച്ചുമാണ് ഗിരി സഹോദരിമാരെ പോറ്റുന്നത്. അവരുടെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള കരുതലും ഗിരിക്കുണ്ട്, ഇല്ലയോടാ മക്കളെ? അല്ല, പറഞ്ഞു വന്നത്, കല്യാണം കഴിഞ്ഞാലും ഇവിടെ കിട്ടുന്ന സ്നേഹവും പരിഗണനയും രത്നയ്ക്ക് നിങ്ങളുടെ വീട്ടിലും കിട്ടണം. അത് പിന്നെ ഉണ്ടാവാതിരിക്കോ? എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ. രത്നയുടെ സന്തോഷമാ ഗിരിയുടെ സന്തോഷം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഗിരി തയ്യാറാ. നിങ്ങൾ ചോദിക്കുന്ന എന്തും ഗിരി തരും. അതിപ്പോ പൊന്നോ പണവോ എന്ത് വേണേലും ആയിക്കോട്ടെ, എന്തും. പക്ഷേ രത്നയ്ക്ക് അവിടെ ഒരു കുറവും ഉണ്ടാകരുത്. എന്താണ് ഞാൻ പറഞ്ഞത്? ശരിയല്ലേ മോനെ? കണ്ടില്ലേ, ഇതാ ഗിരി. സഹോദരിമാരുടെ കാര്യത്തില് ഇവൻ ഇല്ലാന്നൊരു വാക്ക് പറയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണു അടച്ച് ചോദിക്കാനുള്ളത് ചോദിക്കാം. അതിലൊരു നയാ പൈസയുടെ കുറവ് പോലും അവൻ വരുത്തില്ല. അല്ല, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട്. മതി മതി മതി, അത് മതി. അല്ലടാ മോനെ? ഈശ്വര, ഇതൊരു കെണിയാണല്ലോ. പപ്പേട്ടൻ മനഃപൂർവ്വം ഗിരിയെ കുരുക്കുകയാണ്. പാവം ഗിരിക്ക് അത് മനസ്സിലായിട്ടില്ല. പപ്പേട്ടന്റെ വാക്കും കേട്ട് താങ്ങാനാവാത്ത സ്ത്രീധനം വല്ലതും ഇവര് ചോദിച്ചാ ഗിരി എന്തു ചെയ്യും? എന്നെക്കുറിച്ചും ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഏതാണ്ടൊരു ധാരണ കൊച്ചെന്നെ ചേട്ടത്തി തന്നിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഗൾഫിലാ, ദുബായില്. അവിടെ മെക്കാനിക്കാ. പോയിട്ട് 5 വർഷം കഴിഞ്ഞു. അറിയാം, ഏട്ടൻ പറഞ്ഞിരുന്നു. സത്യം പറയാലോ, നമ്മുടെ നാടിനേക്കാളും എനിക്കിഷ്ടം ഗൾഫാ. അവിടെ തന്നെ സ്ഥിരതാമസമാക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അത് ഞാൻ സാധിച്ചെടുക്കും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കവിടെ തിരക്കിട്ട ജോലിയാണ്. ലീവ് കിട്ടാൻ പ്രയാസമാണ്. ഇപ്പൊ തന്നെ കഷ്ടിച്ച് 2 മാസത്തെ ലീവിനെ ഇങ്ങോട്ട് വന്നു. അതിനിടയിൽ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. മനസ്സിന് പിടിച്ചൊരു പെൺകുട്ടിയെ ഈ 2 മാസത്തിനിടെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനിലാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പൊ ആ കൺഫ്യൂഷൻ മാറി. എനിക്ക് രത്നെ ഒത്തിരി ഇഷ്ടമായി. രത്ന ടീച്ചറാണല്ലേ? അതെ. കുട്ടികളോട് അലച്ച് ചോക്കുപടിയിൽ നിന്ന് മടുക്കുമല്ലേ? എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല, തോന്നുകയില്ല. അധ്യാപനം ഞാൻ വളരെയേറെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പ്രൊഫഷനാണ്. ഹേയ്, ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും എടുക്കണ്ട. പിന്നെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ രത്നയും കൂടെ കൊണ്ടുപോകും. അതാണ് എന്റെ പ്ലാൻ. അല്ല, അത് രത്നയ്ക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഉടനെ അതിന് ശ്രമിക്കണം. അപ്പൊ എന്റെ ജോലി? എന്ത് ജോലി? ആവശ്യത്തിന് ഞാൻ സമ്പാദിക്കുന്നുണ്ട്, അത് മതി. അല്ലാതെ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിച്ച് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എനിക്കങ്ങനെ പെട്ടെന്ന് ഈ നാടൊന്നും വിട്ടു വരാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്.
നമ്മുടെ ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂള് തുടങ്ങണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെനിക്ക് സാധിച്ചെടുക്കണം. ഞാൻ കൂടെ ഗൾഫിലേക്ക് വന്ന അത് ഞാൻ എങ്ങനെ സാധിക്കും? സ്കൂളോ? അത് തുടങ്ങിയിട്ട് എന്ത് ലാഭമാണ് ഉണ്ടാക്കാൻ പോകുന്നേ? അത് മാത്രമല്ല, എനിക്ക് ഒരിക്കലും എൻ്റെ ഏട്ടനെ അനിയത്തിമാരെയും വിട്ട് ഒരിടത്തേക്കും പോവാനാവില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണ് ചെക്കനോടൊപ്പമല്ലേ താമസിക്കണ്ടേ? രത്നയ്ക്ക് ഏട്ടനെ അനിയത്തിമാരെയൊക്കെ കാണണമെങ്കിൽ നമുക്ക് വർഷത്തിലൊരിക്കലും ഇവിടെ വന്ന് എല്ലാരെയും കാണാലോ. എന്താ അതുപോലെ? രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ വരാം. വിളിക്കുന്നു. അതെ, സന്ദീപിന് രത്ന ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു താമസവും ഇല്ല. വിവാഹം കഴിഞ്ഞ് സന്ദീപിന് വീണ്ടും ഗൾഫിലോട്ട് പോകാനുള്ളതല്ലേ. അതുകൊണ്ട് ഒരു കല്യാണ നിശ്ചയം വേണ്ട, നേരെ കല്യാണം തന്നെ നടത്താം. അല്ലേ ഗിരി? അത് എല്ലാം അമ്മാവൻ പറയുന്നല്ലോ. ആ, എന്നാ പിന്നെ അങ്ങനെ അങ്ങ് ആവാം. എങ്കിലേ എത്രയും പെട്ടെന്ന് കല്യാണത്തിന്റെ മുഹൂർത്തം കുറിപ്പിക്കണം. ആയിക്കോട്ടെ, അത് ഉടനെ ചെയ്യാം. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അത് നേരത്തെ പറഞ്ഞതാണ്. എന്നാലും വീണ്ടും പറയുക, രത്നയെ നിങ്ങള് പൊന്നുപോലെ നോക്കണം. രത്നയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അതിന് ഗിരി സമ്മതിച്ചിട്ടു വേണ്ടേ? നിങ്ങൾക്ക് രണ്ടാൾക്കും സുഖമായിട്ട് ജീവിക്കാനുള്ള വകയും കൊടുത്തിട്ടായിരിക്കും ഗിരി രത്നയെ പറഞ്ഞു വിടുക. മോനും രത്നയ്ക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എന്തൊക്കെ വേണം? ആ, അത് മോൻ ഗിരിയോടൊന്ന് പറഞ്ഞാ മതി. ഇല്ലയോടാ? അതെ, വാക്ക് മാറുന്നവനല്ല ഗിരി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം.